ആഗോള എണ്ണ വില കുതിച്ചുയരുന്നു. ലോകരാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം നിലച്ചത് ആഗോള എണ്ണവിലയിൽ 40 മുതൽ 50% വരെ വർധനയ്ക്കിടയാക്കിയിരിക്കുന്നു. എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $106 മുകളിലെത്തി. സുരക്ഷാ ഭീഷണി കാരണം ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് സ്തംഭിച്ചിരിക്കുകയാണ്. കടലിടുക്കിനു പുറത്ത് 150-ലധികം ടാങ്കറുകൾ നങ്കൂരമിട്ടിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. എണ്ണവില നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ അളവായ 40 കോടി ബാരൽ എണ്ണ വിപണിയിലിറക്കും. അതിനിടെ നാറ്റോ സഖ്യത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ സഹായിച്ചില്ലെങ്കിൽ നാറ്റോ സഖ്യത്തിന് വളരെ മോശം ഭാവിയായിരിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിച്ചതുപോലെ ഹോർമൂസ് പ്രശ്നത്തിൽ യൂറോപ്പ് അമേരിക്കയെ സഹായിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ ജർമ്മനി പോലെയുള്ള ചില രാജ്യങ്ങൾ ഈ സൈനിക ഇടപെടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കൻ ഇസ്രായേലി കപ്പലുകളെ കടത്തിവിടില്ലെന്ന് പറയുന്ന ഇറാൻ ഇന്ത്യയെ പോലുള്ള സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിത പാത ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും യുദ്ധ സാഹചര്യം കാരണം ഇന്ത്യയിലെ പാചകവാതക വില വർദ്ധിക്കാനും വിതരണം തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം 95 കടക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് ജനശബ്ദം.